കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുകയെന്ന് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ്. കാർഷിക ടൂറിസം മേഖലകൾക്കുള്ള പ്രാധാന്യം കണക്കിലെടുത്തുള്ള വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പിലാക്കാനും ലക്ഷ്യമിടുന്നതായി അദ്ദേഹം പാലായിൽ പറഞ്ഞു. വിദ്യാഭ്യാസം, കൃഷി, ടൂറിസം എന്നിവയുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളുള്ളവരുമായി കൂടിയാലോചിച്ച് വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ഈ മേഖലകളിലെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ഒട്ടേറെ സംഭാവന ചെയ്ത നാടാണ് പാല. കൃഷി പ്രോത്സാഹിപ്പിക്കപ്പെടണം. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാകണം. കൂടുതൽ തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാകണമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ന്യായവില എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി പഠനം നടത്തുന്നത് പ്രൊഫസർ M. സ്വാമിനാഥൻ 2006 ഈ കാർഷിക മേഖലയെക്കുറിച്ച്, പ്രത്യേകിച്ച് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹാരം എന്നതിനെക്കുറിച്ച് നടത്തിയ പഠനത്തിൽ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് MSP എന്ന് പറയുന്നത് എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം തൻ്റെ റിപ്പോർട്ടിൽ കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതായത് വാസ്തവത്തിൽ അത് A2 + FL + C2 + 50% എന്നാണ് അതിൻ്റെ ഫോർമുല. A2 എന്ന് പറഞ്ഞാൽ കർഷകർക്ക് വരുന്ന എല്ലാത്തരം ചെലവും, FL എന്ന് പറഞ്ഞാൽ ഫാമിലി ലേബർ, ഒരു സാധാരണ കർഷകൻ എന്ന് പറഞ്ഞാൽ കർഷകൻ്റെ കുടുംബം മുഴുവൻ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നു. C2 എന്ന് പറയുമ്പോൾ കർഷകൻ കൃഷി ചെയ്യുന്ന ഭൂമിക്ക് ഒരു തറവാടക നിശ്ചയിക്കുന്നത്. നമ്മളിപ്പോൾ ഏത് കാര്യത്തിനും ഭൂമി ഇട്ട് കൊടുത്താലും നമുക്ക് വാടക റെൻ്റ് ലഭിക്കും. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം കൂടി കാർഷിക പ്രവർത്തനങ്ങൾക്ക് വരുന്ന ഉൽപ്പാദന ചെലവ്, വളം, വൈദ്യുതി, വെള്ളം തുടങ്ങിയ എല്ലാ ഘടകങ്ങളുടെയും ചെലവ് കൊടുക്കുക, കർഷകനും അവൻ്റെ കുടുംബവും ചെയ്യുന്ന ജോലിക്ക് കൂലി നിശ്ചയിക്കുക, കൃഷി ചെയ്യുന്ന സ്ഥലത്തിന് ഒരു തറവാടക നിശ്ചയിക്കുക. അപ്പോൾ അങ്ങനെ നിശ്ചയിച്ച് കിട്ടുന്ന തുകയുടെ 50% കൂടി ആണ് മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിക്കുന്നത്. വിഭവങ്ങൾ സംഭരിച്ച് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സെൻട്രൽ കോൾഡ് സ്റ്റോറേജ് ഉണ്ടായാൽ അവ സുലഭമല്ലാത്ത സമയത്ത് ന്യായവിലയ്ക്ക് വിൽക്കാനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിതരണം ചെയ്യാനും കയറ്റുമതി ചെയ്യാനും സാധിക്കും. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് ഇത്തരം ഫാക്ടറികളും കമ്പനികളും കൊണ്ടുവന്നാൽ കർഷകർക്കും തൊഴിലാളികൾക്കും പ്രയോജനകരമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇല്ലിക്കൽ കല്ല്, ഇലവിഴ, പൂഞ്ചിറ എന്നിവിടങ്ങളിലേക്ക് ആധുനിക നിലവാരത്തിലുള്ള റോഡുകളും അനുബന്ധ സൗകര്യങ്ങളും ആയിട്ടുണ്ട്. ഇവയെ കൂട്ടിയിണക്കി സെൻട്രൽ റോഡ് ഫണ്ട് ഉപയോഗിച്ച് കൂടുതൽ മെച്ചപ്പെട്ട ഗതാഗത സൗകര്യങ്ങളും വിനോദോപാധികളും കൊണ്ടുവന്നാൽ ഇന്ത്യയിലെ ആകർഷകമായ വിനോദസഞ്ചാര കേന്ദ്രമായി ഇവിടെ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. അനന്ത സാധ്യതയുള്ള മേഖലയാണ് പിൽഗ്രിം ടൂറിസം. രാമപുരം നാലമ്പലം, തേവർപറമ്പിൽ കുഞ്ഞച്ചൻ്റെ കബറിടം, പാല കടപ്പാട്ടൂർ ശബരിമല ഇടത്താവളം, ഇടപ്പാടി ക്ഷേത്രം, ഭരണങ്ങാനം അൽഫോൺസാമയുടെ കബറിടം തുടങ്ങിയ പുണ്യസങ്കേതങ്ങൾ ഉൾപ്പെടുത്തി പിൽഗ്രിം ടൂറിസത്തിന് അനുബന്ധ സൗകര്യങ്ങളും റിംഗ് റോഡുകളും കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. കാർഷിക മേഖലയെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നടപ്പാക്കും. റബ്ബറധിഷ്ഠിത വ്യവസായ സംരംഭങ്ങളും കൂടുതൽ സ്റ്റാർട്ടപ്പുകളും വഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനത്തിനായി പദ്ധതികൾ ആവിഷ്കരിക്കും. കാർഷിക പ്രശ്നങ്ങളും വന്യജീവി ശല്യവും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉയർത്തിയുള്ള പോരാട്ടങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും നടത്തുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. മാണി സി കാപ്പൻ MLA, മുൻ MP ജോയ് എബ്രാഹിം, ജോർജ് പുളിങ്കാട്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് N. സുരേഷ്, പ്രൊഫസർ സതീഷ് ചൊല്ലാനി തുടങ്ങിയവരും സംബന്ധിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാല.